കനയംബികയേ ശ്രീദേവി സരസ്വതി കാളി പേരും കാളി ദുർഗയും നീ തന്നെ അംബികയേ എന്നും ശ്രീഹരിയോടൊത്തു വാഴും ദേവി ശ്രീ മഹാലക്ഷ്മിയും നീയേ ദേവി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ അംബികയേ വനഭൂവിൽ കണ്ണപ്പനിൻ ഒരു വീടൻ വനവീടൻ എന്നും കാളിക്ക് ഗോബലി നേയമായി നൽകി ബലി നൽകി അങ്ങനെ ഒരു രാവിൽ ബലി നൽകിയിടാനായി ഇരയില്ലാതെ കണ്ണപ്പൻ ക്രോധത്തിൽ നിൽക്കെ തന്മകളുടെ അരുമയം പൈനെ വേദം ഭഗവതി അവളുടെ നടയിൽ മൃഗബലിയേക്കാൻ പോകി സങ്കടം കൊണ്ടവൾ ഉയർന്നു തിരി വൈകാതെ സ്വപ്നത്തിൽ വന്നൊരു ദേവിയ കണ്ണപ്പനോടായി അരുൾ മൊഴിഞ്ഞു നിങ്ങളുടെ പൺമകൾ എന്നോട് കൂടെയുണ്ട് വിധം സങ്കടം വേണ്ട വേണ്ട വൈകാതെ നീവൻ ചാരയെത്തും വന്നു വീണ്ടും ഈ പുത്രിയെ കണ്ടുകൊള്ളാം നാളെ മരുഭൂവിൽ ഉയരും ഒരു ശ്രീകോവിൽ അവിടെ ഞാൻ കുടികൊള്ളും കാളിയായി ജ്വാലാകരാളമദ്വിഗ്രമശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ ഏറെ നാൾ കഴിഞ്ഞു പോയി ഈ സ്ഥലയുരമ്മയാൾ അടഞ്ഞു തൻകിടാവിനായി കുരുന്നീളം പുൽനാമ്പരിയാൻ അവിടൊരു ശിലമേൽ കൊണ്ടു അമ്മതൻ മൂർച്ചയുള്ളൊരായുധാഗ്രം ആ ശിലയിൽ നിന്നുടനടി കണ്ടു മെയ്മുറിയും പോയി ചെന്നിനവും ഈ കഥ കേട്ടോരായ
ഏടാട്ടു തന്ത്രിയും ജ്യോതിഷനും നീതിൻ പൊരുളറിഞ്ഞു. അമ്മയ്ക്ക് നൽകി ചിരട്ട നിവേദ്യം ആയിരമങ്ങനെ കേൾക്കാവായി. അദ്വൈത വേദാന്ത സാരാംശമോദിയ ശ്രീശങ്കരൻ തന്റെ ഉള്ളിൽ മലയാള മണ്ണിലൊരു സരസ്വതി ക്ഷേത്രം ഇല്ലെന്ന ദുഃഖമുണ്ടായി. ഇതിന് പരിഹാരമറിയുവാൻ ശ്രീശങ്കരൻ പണ്ട് കുടജാദ്രിയിൽ തപം നോറ്റു. തപസ്സിനൊടുവിൽ സരസ്വതി ദേവി ശ്രീശങ്കരനു പ്രത്യക്ഷയായി വരം നൽകി. ഇനി ഞാൻ ഒരടി മുന്നോട്ട് വരികയില്ല. നിന്റെ ഭക്തർക്ക് എന്നെ കാണണമെങ്കിൽ ഇനി എന്റെ അരികിലേക്ക് വരട്ടെ. ഇതിനാലെ പോകാനായി തിരികെ നടന്നു ദേവി. ഇടനാചാര്യൻ താനും ക്ഷമ കേട്ടു ദേവിയോടായി. സങ്കടം കേട്ടോരാ ദേവിയപ്പോൾ മറുവഴിയോതി ദുരിതമായി. പുലരിവിടയൻ വാണിടാം പറയുക എവിടെയൊരാലയം. ചോറ്റാനിക്കരയിൽ അങ്ങനെ പുലരി ഭഗവതി സരസ്വതിയായി വന്നു. വിഷ്ണുലക്ഷ്മിയാമമ്മ പൊൻപുലരികളിൽ നാദവേദമായി മാറി.